മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ വിരുന്ന്, ഒരു സ്വർഗീയ മധുരം, അതാണ് മധുരമൊഴി. തീർച്ചയായിട്ടും ഈ മധുരമൊഴിയുടെ ഓരോ എപ്പിസോഡും നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറച്ചുകൂടി മാധുര്യമാക്കുന്നുവെന്നും നിങ്ങളുടെ മക്കളെ ഒരല്പം കൂടി വിശുദ്ധരാക്കുന്നു അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. നമ്മോടൊപ്പമുള്ളത് തൃശ്ശൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട ബാബുചേട്ടനും നവമി ടീച്ചറുമാണ്. ബാബുചേട്ടൻ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ തൃശ്ശൂർ നെന്മണിക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് ബാബു. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ തൃശ്ശൂർ അതിരൂപതയുടെ കീഴിൽ ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. ടീച്ചറാണ്. നിങ്ങളുടെ മക്കൾ ആരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവുന്നു? മൂത്ത മകൻ ഫ്രെഡിൻ BDS പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ ഫെൽവിൻ +2 എക്സാം എഴുതിയിരിക്കുന്നു. മൂന്നാമത്തെ മകൻ ഫ്ലെനിൻ 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുന്നു. നാലാമത്തെ മകളാണ്, അവൾ 4ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുന്നു. 5ാമത്തെ മകനാണ്, അവൻ 3ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുന്നു. 6ാമത്തെ കുട്ടി UKGയിലേക്ക്, 7ാമത്തെ കുട്ടീനെ പ്രീ-KGയിലേക്ക് വിടാനുള്ളൊരു ജൂണിൽ വിടാമെന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ 7 മക്കളുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ബയോളജി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്ന അപൂർവ ഇനം ജീവികൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ല. വംശനാശ ഭീഷണി നേരിടുന്ന ചില അപൂർവ ഇനം സ്പീഷീസിൽപ്പെട്ട ജീവികൾ. നമ്മുടെ കേരള സഭയിലൊക്കെ ഒത്തിരി 15ഉം 18ഉം മക്കളുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കടന്നു പോയിട്ട് 1-2ലേക്കൊക്കെ വന്നിട്ട് വീണ്ടും 7 മക്കളുള്ള ഒരു വലിയ കുടുംബത്തോടൊപ്പമാണ് ഇന്ന് നമ്മുടെ മധുരമൊഴി നമ്മൾ ആഘോഷിക്കുന്നത്. ഞാൻ ഒരിക്കലേ ഒരു സൺഡേ സ്കൂൾ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട്, ധ്യാനത്തിൻ്റെ അവസാന ദിവസം സൺഡേ സ്കൂളിൻ്റെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും കൂടി ഒരു അര ദിവസം ധ്യാനമുണ്ടായിരുന്നു. അപ്പോൾ മാതാപിതാക്കളൊക്കെ ഉച്ച കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ വന്നത് വീട്ടമ്മ, ഒരു സാധാരണക്കാരിയ വീട്ടമ്മയാണ് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നത്. ഞാൻ ആ പള്ളി കൊച്ചച്ഛനായിരുന്നു. അപ്പോൾ ആ വീട്ടമ്മ പറഞ്ഞൊരു വാചകം എന്നെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. ആ വീട്ടമ്മ പറയുകയാണ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണും നിങ്ങളുടെ മക്കൾ പരിശുദ്ധരായി ജീവിക്കണം, നിങ്ങളുടെ മക്കൾ എല്ലാ കാര്യങ്ങളും ടിപ് ടോപ്പ് ആയിരിക്കണം, ആത്മീയ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് ജീവിക്കുന്നവരാകണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് താമസിച്ചു പോയി. നിങ്ങൾ ശരിക്കും ഈ ആഗ്രഹം നിങ്ങളുടെ മക്കൾ ഉദരത്തിലായിരുന്ന സമയത്ത് ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് ഇത് പൂർത്തിയാക്കാമായിരുന്നു. എന്നിട്ട് ആൻറ്റി ഇപ്രകാരമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിരുത്തി ഒരിക്കലും ഒരു 10 മിനിറ്റ് ഉപദേശിക്കാൻ പറ്റില്ല. അവരിറങ്ങി ഓടിക്കളയും. ഒരു പ്രായം കഴിഞ്ഞ് അവർ ഒട്ടും ഇരുന്ന് തരത്തില്ല. പക്ഷേ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കയ്യിൽ 9 മാസം ചിട്ടയോടെ ഇരുന്ന് തരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഈ ആത്മീയ കാര്യങ്ങളും ആത്മീയ ശിക്ഷണങ്ങളും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളും സന്മാർഗ കാര്യങ്ങളൊക്കെ അന്നൊന്ന് ഉദരത്തിൽ കരം വെച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിവിശുദ്ധരായിട്ട് ഈ ഭൂമിയിലൂടെ കടന്നു പോയെന്ന്. എനിക്കിത് വലിയൊരു ഉണർവായിരുന്നു, വലിയൊരു പുത്തൻ അനുഭവമായിരുന്നു. അമ്മ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമ്മൾ പണ്ട് കഥകൾ വായിച്ച് മാത്രം കേട്ട കാര്യമായിരുന്നു. ഒരമ്മ പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ മക്കൾ എനിക്ക് ഒത്തിരി സമാധാനത്തോടെ ഇന്ന് ഈ ഭൂമി ജീവിക്കാൻ പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ കുടുംബത്തോടൊപ്പം ഇരുന്ന് നമ്മൾ ഈ മധുരമൊഴിയിൽ ചെറുതായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അമ്മയ്ക്കും അപ്പനും കുടുംബത്തിന് എങ്ങനെ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഉണ്ണിയോടൊപ്പം 9 മാസം ചെലവഴിക്കാം. നമുക്കതുകൊണ്ട് 7 മക്കൾക്ക് ജന്മം കൊടുത്ത നവമി ടീച്ചറിൽ നിന്ന് തുടങ്ങാം. ടീച്ചർ ഒന്ന് പറയുമോ, എങ്ങനെയാണ് ഈ 9 മാസം കുഞ്ഞിനൊപ്പം ഏറ്റവും സന്തോഷത്തോടെ വിശുദ്ധമായിട്ട് ചെലവഴിക്കാൻ പറ്റുന്നത്? പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. കാരണം ആയിരക്കണക്കിന് ആളുകൾ മക്കളില്ലാതെ വേദനിക്കുമ്പോൾ ഒരു അമ്മയാകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ദൈവം അനുവദിക്കുന്ന ഏറ്റവും വലിയൊരു കൃപയാണ്, അല്ലെങ്കിൽ ദാനമാണ്. ആ ഒരു ബോധ്യം എനിക്ക് ആദ്യത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതലേ എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നമ്മുടെ ഹൃദയത്തിലാണ് കുഞ്ഞ് ജനിക്കേണ്ടത് എന്നുള്ളത് ഉറച്ച ബോധ്യം എനിക്കുണ്ട്. കാരണം ഉദരത്തിൽ കുഞ്ഞ് ജനിക്കുന്ന നിമിഷം, ശരിയായ നിമിഷം നമ്മൾ അറിയുന്നില്ല, അത് ദൈവത്തിന് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ അത് അറിഞ്ഞു കഴിയുന്ന നമുക്കൊരു മാസം കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞ് ജനിക്കേണ്ടത് അമ്മയുടെ ഹൃദയത്തിലാണ്. കുഞ്ഞിനെ അമ്മ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ദാനമായി സ്വീകരിക്കണം. ആ ഒരു മൊമെന്റ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം. അത് വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ അമ്മയ്ക്ക് 3/4 റോൾ ചെയ്ത് തീർത്തു എന്ന് തന്നെ പറയാം. പറഞ്ഞാൽ വളരെ ശരിയാണ്. പലപ്പോഴും കൗൺസിലിംഗ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് ആന്തരികമുറിവുകളുടെ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഈ കുഞ്ഞുദരത്തിലേക്ക് വന്ന സമയത്ത് അമ്മമാർ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാരണത്താൽ വേണ്ട, റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അബോർഷൻ നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങനെ നടത്താതെ പോയെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി മുറിവുകൾ അവശേഷിക്കുമെന്നും ഒരു പല സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നതൊക്കെ ഒത്തിരി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. തിരിച്ചു തുടർന്നോളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ദാനമായി നമ്മൾ ആ കുഞ്ഞിനെ സ്വീകരിക്കുമ്പോൾ ആ കുഞ്ഞിന് ചിലപ്പോൾ ഒത്തിരി നിറവുകളുണ്ടായിരിക്കാം, ചിലപ്പോൾ കുറവുകളുണ്ടായിരിക്കാം, ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഏത് കുഞ്ഞായാലും അതെൻ്റെ ഈശോയുടെ ദാനമാണ്, സമ്മാനമാണ്. ഞാൻ ആ കുഞ്ഞിനെ പൂർണ്ണ മനസ്സോടി സ്വീകരിക്കുന്നു. ഇങ്ങനെ ഒരു നമ്മൾ ആ മനസ്സിൽ അങ്ങനെ തീരുമാനിച്ച് ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ 7 മക്കളെക്കൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജന്മം നൽകുക എന്ന് പറയുമ്പോൾ കുറേ
ഒരു സാഹചര്യങ്ങളിലൂടെ ഇത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. പല കുഞ്ഞുങ്ങളെയും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കളഞ്ഞുകൂടെ എന്ന് അത് കേൾക്കേണ്ട ചില കുത്തുവാക്കുകളും ക്രൂരമായ തമാശകളൊക്കെ ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടീച്ചർ എന്ന നിലയിൽ ഉറപ്പായിട്ട് കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഈ കുഞ്ഞിനെ കളഞ്ഞൂടെ എന്തിനാന്നുള്ളത് ചോദിക്കും. പക്ഷെ അതൊന്നും ഈ കുഞ്ഞിന് ആന്തരിക മുറിവായി ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. ഉണ്ടാവരുതെന്നുള്ളത് ഓക്കെ. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ അത് ബാധിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാ കുഞ്ഞുങ്ങളും എനിക്ക് ഓരോ കുഞ്ഞും, ആദ്യത്തെ കുഞ്ഞും ഇപ്പൊ 7ാമത്തെ കുഞ്ഞും എനിക്ക് ഒരുപോലെയായിരുന്നു. ആദ്യത്തെ കുഞ്ഞിനെ എങ്ങനെ ഞാൻ സ്വീകരിച്ചു അതുപോലെ തന്നെയാണ് 7ാമത്തെ കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചത്. അപ്പൊ അത് പുറത്തു നിന്നൊരു വ്യക്തി എന്തൊക്കെ പറഞ്ഞാൽ അമ്മ എന്താണ് ചിന്തിക്കുന്നത് അതാണ് കുഞ്ഞിനെ ബാധിക്കുന്നത്. പുറത്തുനിന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കുന്നത് കുഞ്ഞറിയുന്നില്ല, അമ്മ ചിന്തിക്കുന്നതാണ് കുഞ്ഞറിയുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ ഇതിനെ ഈ ആന്തരിക മുറിവ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞിനെ 2 കൈയും ഉദരത്തിൽ വെച്ചിട്ട് കുഞ്ഞുവാവേ ആരൊക്കെ എന്തൊക്കെ ഈ ലോകം മുഴുവൻ നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ എതിർത്ത് കഴിഞ്ഞാലും അമ്മയുടെ അവസാനത്തുള്ളി രക്തം തന്നും അമ്മ നിന്നെ സ്വീകരിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് ഏറ്റേറ്റ് പറയുമ്പോൾ ഉള്ള ആ ഒരു കോൺഫിഡൻസ് കുഞ്ഞുങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ടീച്ചർ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഡോക്ടർ മാരിയോ ജോസഫ് എല്ലാവർക്കും അറിയുന്നവരായിരിക്കും. ഷാലോമിലൂടെയൊക്കെ ഒത്തിരി വചന പ്രഘോഷണം നടത്തുന്ന ഒരു സമയത്ത് മറ്റൊരു മതസ്ഥനായിരുന്നിട്ട് പിന്നീട് കർത്താവിന് അതിന് തിരിച്ചു വന്ന ഡിവൈൻ ധ്യാനകേന്ദ്ര ശുശ്രൂഷകനാണ് മാരിയോ ജോസഫ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറയായിരുന്നു, അദ്ദേഹം ഉദരത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് അമ്മയോട് എല്ലാവരും പറഞ്ഞു കുഞ്ഞിനെ കൊല്ലാനായിട്ട്. അപ്പം അമ്മ പറഞ്ഞു എന്തായാലും സംഭവിക്കില്ല, ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അമ്മ സ്നേഹിച്ചു. ഇന്ന് ആരാ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വചനപ്രശ്നം എന്തോരം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന വിശുദ്ധനായ പ്രവാചകൻ, ശരിക്കും പ്രവാചകൻ ഈ കാലഘട്ടത്തിൻ്റെ. അപ്പോൾ ഓരോ കുഞ്ഞും ഇങ്ങനെ ഒരു ആന്തരികമായ സൗഖ്യത്തിലൂടെ അമ്മയുടെ ഉദരത്തിൽ കടന്നു വരികയാണെങ്കിൽ ഇത്ര മനോഹരമായിരിക്കും അല്ലേ ടീച്ചർ? അതെനിക്ക് സാധിച്ചത് ഈ ആദ്യത്തെ നിമിഷത്തിൽ ഹൃദയത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു വെല്ലുവിളികളും എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല പ്രതികൂല ഇനി രണ്ടാമത് ഞാൻ ചെയ്യുന്നത് ഈ ഡെയിലി കുർബാന, അതായത് ഡെയിലി കുർബാന 9th മന്ത് ഡെലിവറിക്ക് എന്നാണ് പോകുന്നത് അതുവരും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാവുന്നിടത്തോളം ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. ടീച്ചിങ് പ്രൊഫഷൻ, ബാക്കി ഇളയ കുഞ്ഞുങ്ങള്, വീട്ടിലെ പണി എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് നമ്മളെ പരീക്ഷിക്കാൻ വരാ രീതിയിൽ പോലും, അതായത് ഇപ്പൊ 7ാമത്തെ കുഞ്ഞിന് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് 80 കിലോമീറ്ററോളം യാത്ര ചെയ്യണം, ഡെയിലി യാത്ര ചെയ്യണം. അപ്പോൾ എനിക്ക് അവിടെ 8:40 സ്കൂളിനകത്ത് എത്തണം. അപ്പം ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു 5:45 കുർബാനയ്ക്ക് പോയി. അതായത് എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും എൻ്റെ ഈശോയുടെ അടുത്ത് പോവാതെ അവിടെ നിന്നാണ് എനർജി മുഴുവൻ കിട്ടുന്നത്, ടോണിക്ക് മുഴുവൻ കിട്ടുന്നത് അവിടെ നിന്നാണ്. രാവിലെ ആ ഒരു ടോണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും 3 നേരം ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കുഴപ്പമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു കുർബാന ഞാൻ മുടക്കിയിട്ടില്ല. പക്ഷെ കുർബാനയുടെ ഇടയിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അമ്മമാർക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഒന്ന് ഈ ഓശാന, എനിക്ക് എപ്പോഴും ഈശോ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു രൂപം, ആ വെള്ള ഡ്രസ് ഇട്ടിട്ട് കൈ വിരിച്ച് എന്നും വിചാരിക്കും തോമസ് ലേഖനൊക്കെ ഒരു അസൂയോട് കൂടി നോക്കുന്നതാണ്. തോമസ് ലേഖയൊക്കെ നമുക്കതിനൊന്നും പറ്റുന്നില്ല. അപ്പൊ ആ രൂപത്തിൽ കണ്ട് മനസ്സുകൊണ്ട് മുത്താനെങ്കിലും അങ്ങനെ ആ രൂപത്തിൽ ഈശോ ഓശാന സമയത്ത് അൾത്താരയുടെ തൊട്ട് താഴെ വന്ന് നിൽക്കുന്നതായി ഞാൻ മനസ്സിൽ സങ്കല്പിക്കും. എന്നിട്ട് ഞാൻ ഈ കുഞ്ഞിനെ ഇപ്പൊ 1 മാസം ഉള്ളെങ്കിൽ 1 മാസം, 2 മാസം ഉള്ളെങ്കിൽ 2 മാസം, നമുക്ക് ഏകദേശം അറിയാലോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആ കുഞ്ഞിനെ കയ്യിൽ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഈശോ എൻ്റെ കുഞ്ഞിൻ്റെ ശിരസ് മുതൽ പാദം വരെ നീ തലോടണമേ, ഇതിന് എന്തൊക്കെ ആന്തരിക സൗഖ്യമോ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകളോ എന്തൊക്കെയുള്ളതെന്നൊന്നും എനിക്കറിയില്ല, അതെല്ലാം നീ ഒന്ന് തലോടിയാൽ അത് സൗഖ്യമാക്കപ്പെടും. എല്ലാ ദിവസവും ഇത് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാനത് ഇങ്ങനെ മനസ്സിൽ ഒന്നുകൂടി സങ്കല്പിക്കും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മൾ പറയുമല്ലോ വിശുദ്ധ ബലി നടക്കുമ്പോൾ മാതാവ് ബലിപീഠത്തിന് ചുറ്റും ഈശോയെ ഈ കുഞ്ഞിനെ അങ്ങയുടെ അമ്മയുടെ കയ്യിൽ ഒന്ന് കൊടുക്കണേ, അമ്മയുടെ തലോടൽ എൻ്റെ സ്നേഹം കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മയൊന്ന് തലോടിയാൽ ഒന്ന് തലോടിച്ച് തിരിച്ചു തരണേ എന്ന് പറയും. അത് ഡെയിലി ചെയ്യുന്ന പ്രോസസ്സാണ്. ഡെയിലി ഇനിയിപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ പോലും അല്ലാത്ത സാഹചര്യത്തിൽ പോലും മറ്റുള്ളവർ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഞാൻ ആത്മീയമായിട്ട് ദത്തെടുക്കും. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദത്തെടുക്കും, പ്രയർ ദത്ത് കൊടുക്കാമല്ലോ നമുക്ക്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ തന്നെ ചെയ്ത് ആക്കി കൊടുക്കാറുണ്ട്. ഡെലിവറി ഒത്തിരി അമ്മമാർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളൊക്കെ പ്രഗ്നന്റ് ആണെങ്കിൽ അമ്മമാർക്കൊക്കെ ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ് ഇത്. പ്രാർത്ഥനാപൂർവ്വം ദത്തെടുത്ത് ഈ കുഞ്ഞിനെ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ അർപ്പിക്കുക എന്നുള്ളത് കൊടുക്കാറുണ്ട്. പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത്, അതായത് ഇപ്പം 4ാമത്തെ 3ാമത്തെ വരെയൊക്കെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞായിക്കോട്ടെ, മൂത്തത് 2 ബോയ്സ് ആയിരുന്നു, അപ്പോൾ 3ാമത്തെ ആയപ്പോൾ ഒരു പെൺകുട്ടിയല്ല ആയിക്കോട്ടെ എന്നുള്ളൊരിത്. പക്ഷെ 4ാമത്തേക്ക് ആയപ്പോഴേക്കും ആകെ സാഹചര്യങ്ങളാകെ മാറി തുടങ്ങി. അന്നൊന്നും ഈ ഏഞ്ചൽസ് ആർമി അങ്ങനത്തെ കൂട്ടായ്മകളൊന്നും വന്നില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഞാനും ആളും കൂടി അങ്ങനെ ഒരു ഇത്. അപ്പോൾ എനിക്ക് തോന്നുന്ന 4ാമത്തെ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ പരിഹാസങ്ങൾ പുച്ഛങ്ങൾ കുറേ നന്നായി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ
എളുപ്പത്തിൽ ഈ ചെറുപ്പത്തിലെ അമ്മ ത്രേസ്യയുടെ പുസ്തകം, കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പുസ്തകം, ഇങ്ങനെ കുറേ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ റോസപ്പൂക്കള് ഫ്രഷ് ആയിട്ട് ഈശോയ്ക്ക് കൊടുക്കുന്നത് സഹനങ്ങളൊക്കെ പുഷ്പങ്ങളാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, തലേ ദിവസം കിട്ടുന്ന ഓരോ പരിഹാസ വാക്കുകൾ അല്ലെങ്കിൽ ചിലവരുടെ ഒരു നോട്ടായിരിക്കാം, ഒരു പുഞ്ചിരി, ഒരു അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയും ഇങ്ങനെ ഫ്രഷ് പൂ, ഇങ്ങനെ റെഡ് കളറുള്ള റോസപ്പൂ അല്ലെങ്കിൽ വെള്ള കളറുള്ള റോസപ്പൂ ഇങ്ങനെ വിരിയാത്തതായിട്ട് ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിന്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കും. ഈശോയെ ഇത് ഇന്നലത്തെ സഹനമാണ്, നാളേക്കുള്ളത് ഞാൻ നാളെ വരുമ്പോൾ തരാം ഈശോയെ. ഫ്രഷ് പൂക്കള്, നമ്മള് പൂക്കള് കൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ കുഞ്ഞു ചെറുപ്പത്തിലെ പൂക്കള് കൊണ്ട് എന്നും പോവായിരുന്നു. അതിന് പകരം ഇപ്പൊ പോകുന്നത് ഈ സഹനത്തിന്റെ ഒരു ഇത് കൊണ്ട്. എനിക്ക് തോന്നുന്നു ടീച്ചർ ഇതിപ്പോ ഗർഭാവസ്ഥയിൽ കുഞ്ഞിന് വേണ്ടി കാഴ്ചവെച്ചെങ്കിൽ പോലും ഇതെല്ലാവർക്കും എല്ലാ ബലിയിലും ചെയ്യാവുന്ന കാര്യമാണ്. പല ദിവസത്തിന്റെ വിഷമങ്ങളും വേദനകളും സഹനങ്ങളും എല്ലാം ഒരു പുഷ്പമാക്കി അന്ന് കാഴ്ചവെച്ച് തമ്പുരാന്റെ മുമ്പിൽ ഒരു പൂർണ്ണമായ ബലിയർപ്പണം നടത്തി പോവുകയാണെങ്കിൽ പിന്നെ ദിവസം ഹീലിംഗ് ആയിരിക്കും മുഴുവൻ സമർപ്പിക്കുന്നു. പിന്നെ തിരിച്ചപ്പോ ഈശോയോട് പറയും, ഈശോയെ എനിക്കത് തിരിച്ച് അത് വിടർന്ന പൂക്കളായിട്ട് എനിക്ക് തരണം. വിടർന്ന പൂക്കളായിട്ട് എനിക്ക് തരണം. കാരണം അത് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു അമ്മ ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തൊരു സ്ത്രീയെ സമർപ്പിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ തന്നെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും അവസ്ഥകളോ കാര്യങ്ങളോ, അങ്ങനെ മൊത്തം ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ആ ഒരു സഹനം കാഴ്ചവെക്കുന്ന ഈശോയെ എനിക്കിതിനെക്കുറിച്ച് ഒരു പരാതിയില്ല എന്നും പറഞ്ഞാൽ അങ്ങനെ മനസ്സുകൊണ്ട് അത് രണ്ടും ഡെയിലി ചെയ്യുമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ മൂന്നാമത് ഞാൻ ഒരു മറ്റുള്ള വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളത് ഈ കുഞ്ഞിനോട് സംസാരിക്കുമായിരുന്നു. അതായത് കുഞ്ഞു ഉദരത്തിലുണ്ടെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഒരു 9 മാസം അച്ഛൻ പറഞ്ഞല്ലോ, അനങ്ങാതെ അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നു. എന്തൊക്കെ പറയാൻ പറ്റും. അതായത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 3 വയസ്സ് വരെ ഒരു കുഞ്ഞ് കയ്യിലുണ്ടായാൽ എന്തൊക്കെ ഒരു അമ്മ ആ കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ടാവും. അത്രയും എനിക്ക് ഈ 9 മാസം ഈ കുഞ്ഞിനോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഡെയിലി ഇപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ മോനെ അമ്മപ്പം മാതാവിന്റെ രൂപത്തിൽ നിന്റെ അമ്മാമ്മയുടെ അടുത്ത് നിൽക്കുന്നത് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഞാൻ അവസ്ഥപിതാവിന്റെ മുൻപിലാണ്, ഈശോനെ കൊണ്ട് നടന്നിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഈശോയുടെ രൂപത്തിൽ നോക്കി കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ബ്ലഡ് വരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ ഒപ്പമുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഭൂമിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവനൊന്നും അന്യമായ കാര്യമൊന്നും അല്ല, ഒരു പുതിയ കാര്യമൊന്നും അല്ല, എല്ലാം ഒരു പരിചയമുള്ള സ്ഥലങ്ങള് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ അതുപോലെ ആൾക്കാരിൽ ഇപ്പൊ അമ്മ കുർബാന സ്വീകരിക്കാൻ പോവാണ്, നീയും മനസ്സുകൊണ്ട്, അങ്ങനെ എപ്പോഴും കുഞ്ഞായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അത് എനിക്ക് വളരെ ഒരു വിശുദ്ധരുടെ 1-2 ബുക്കുകൾ, ഇപ്പോൾ ഒരു മെയിൽ വിശുദ്ധന്റെയും അതുപോലെ ഫീമെയിൽ വിശുദ്ധന്റെയും നിർബന്ധമായിട്ട് അതങ്ങനെ നമുക്കറിയില്ലല്ലോ കുഞ്ഞ് ഏതാ എന്നുള്ളത് അറിയില്ലല്ലോ, അങ്ങനെ ഇതാക്കാറുണ്ട്. അപ്പൊ ആ വിശുദ്ധയുടെ അല്ലെങ്കിൽ വിശുദ്ധന്റെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ കുഞ്ഞായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഈ സങ്കീർത്തനങ്ങൾ നിർബന്ധമായിട്ടും വായിക്കാറുണ്ട്. അപ്പൊ അതിലുള്ള കാര്യങ്ങളും ഇതുപോലെ സന്തോഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി ഇങ്ങനെ കൊടുക്കാറുണ്ട്. അമ്മ ഇപ്പൊ 91-ാമത്തെ സങ്കീർത്തനം വായിക്കുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ 23-ാമത്തെ വായിക്കുന്ന കുഞ്ഞ്, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഇതാവാറുള്ളത്. അപ്പൊ ആ സമയം മുഴുവൻ ഞാൻ കൈ ഉദരത്തിൽ വെച്ചിരിക്കും. അപ്പൊ അങ്ങനെ തഴുകിക്കൊണ്ടതാണ് നമ്മളത് ചെയ്യാറുള്ളത്. അതായത് മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ എങ്ങനെ വായിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഉദരത്തിൽ കൈവച്ചിട്ട് വായിച്ച് കൊടുക്കാറുള്ളത്. ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഇത് കുഞ്ഞ് ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതായത് ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ അവിടെ ഈ വണക്കമാസം ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ അതൊക്കെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ചുരുങ്ങിയത് ഒരു 10-30-40 ആൾക്കൊരു സാധാരണ രീതിയിൽ ചെറിയ ഫംഗ്ഷൻ വന്നത് ഉണ്ടാവും. അതിപ്പോ നമ്മൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുക, വേറെ പുറത്തുനിന്ന് ആളുകളെ വെക്കുക അങ്ങനെ അതൊന്നുമില്ല. അപ്പൊ അങ്ങനെ തലേദിവസം വണക്കമാസോ അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ വളരെ ടയേർഡായിരുന്നു ശരിക്കും, പാചകവും ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ കുഞ്ഞിൻ്റെ അടുത്ത് അധികം സംസാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലേക്ക് വന്ന് ഫസ്റ്റ് അവർ എനിക്ക് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. എന്ന് ടയേർഡ് ആവണം അന്ന് അവിടെയും വർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അത് എപ്പോഴും അങ്ങനെ തന്നെ വരിക. അപ്പോൾ ഫസ്റ്റ് അവർ ഞാൻ ക്ലാസ്സിൽ കയറി ഡയഗ്രം ഒക്കെ വരച്ച് ബോർഡിൽ, ഇപ്പോൾ ഡയഗ്രമാറ്റിക് എക്കണോമിക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഡയഗ്രം ഒക്കെ വരച്ച് കഴിഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ കുഞ്ഞ് ഉദരത്തിൽ ഭയങ്കര ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടും നല്ലൊരു അസ്വസ്ഥത. ഞാൻ വിചാരിച്ചു ദൈവമേ സമയമായിട്ടില്ല, 8-ാം മാസമാണ്, സമയമായില്ല. എന്നാൽ എനിക്ക് പെയിനൊന്നും ഫീൽ ചെയ്യണില്ല. അത് എന്ത് ഇങ്ങനെ എനിക്ക് ഭയങ്കര നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ പുറത്തേക്ക് ബൾജ് ചെയ്യുന്ന രീതിയിൽ വേണം, കാരണം കോട്ടിട്ടിട്ടുണ്ട് മുകളിൽ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വേണമെങ്കിൽ മനസ്സിലാവാന്നുള്ള രീതിയിൽ പോലും ആയി തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്ത് മക്കളോട് പറഞ്ഞു, മക്കളെ ടീച്ചർ ഇപ്പോൾ വരാം, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടാന്ന് പറഞ്ഞ് താഴത്തേക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്ന് ഇറങ്ങണേൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലായില്ല ഇന്ന് കുഞ്ഞിൻ്റെ അടുത്ത് കാര്യമായിട്ടൊന്നും
സംസാരിച്ചിട്ടില്ല എന്ന്. ഇന്നലെ തിരക്ക് മൂലം കുഞ്ഞിനോട് സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഈ നടക്കണേൻ്റെ ഇടയിൽ ഈ കോട്ടിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പതുക്കെ തലോടുന്നുണ്ട്, പക്ഷെ ഒരു മാറ്റവും വരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാത്റൂമിനകത്ത് കയറി കോട്ടിൻ്റെ ഇത് മാറ്റിയിട്ട്, കുഞ്ഞാവെ അമ്മയ്ക്ക് നല്ല തിരക്കായതുകൊണ്ട് അമ്മ ഒത്തിരി ക്ഷീണിച്ചിരുന്നു, അതുകൊണ്ടാണ് നിന്നോട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ അമ്മ ഫ്രീ ആണ്, ഒത്തിരി സംസാരിക്കാം നമുക്ക് എന്ന് പറയുമ്പോൾ എനിക്കിതിന് എത്രത്തോളം സയന്റിഫിക് ആയിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. വളരെ സൈലന്റ് ആയി എന്നുള്ളതാ കുഞ്ഞ്. ആ സമയം തന്നെ ആ മൊമെന്റിൽ തന്നെ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. പിന്നെ കുഞ്ഞ് അനങ്ങിയിട്ടില്ല. ഞാൻ ആ ഡയഗ്രാം ഞാൻ വരച്ച് അത് കംപ്ലീറ്റ് ആക്കുന്നു, ആ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു, എൻ്റെ സീറ്റിലെ സ്റ്റാഫ് റൂമിൽ ചെന്നിരിക്കുന്നു, ഒത്തിരി സംസാരിക്കുന്നു. അപ്പൊ വീണ്ടും ഈ മൊമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് അങ്ങനെ ഒരു തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി അമ്മയെ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ശരിക്കും അതെ. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ടിഫിൻ ബോക്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ വോമിറ്റിംഗ് പബ്ലിക്കായിട്ടൊന്നും അധികം അങ്ങനെ, വീട്ടിൽ വരുമ്പോഴൊക്കെയാണ് അസ്വസ്ഥതകൾ ഉണ്ടാവാറുള്ളത്. ഇത് തുറന്ന വഴിക്ക് ശരിക്കും വൊമിറ്റ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി. അപ്പോൾ മെയിൽ സ്റ്റാഫും ഫീമെയിൽ സ്റ്റാഫും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്റ്റാഫ്. അപ്പൊ നമ്മളെ ബേസിന് അവിടുത്തെ പോയി വൊമിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് അല്ലേ. എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു ഫീലിങ്സ് അല്ല. അപ്പൊ ഞാൻ ഈ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഈ സൗണ്ടോട് കൂടിയുള്ളൊരു ഇത് ഉണ്ടാവും. അപ്പൊ മറ്റുള്ള കാര്യം അവരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഉള്ളിൽ ഇതാവും. ഞാൻ ഈ നടക്കുന്നതിന്റെ ഇടയിൽ തലോടിക്കൊണ്ട് പറയാ, കുഞ്ഞാവോട് പറയാം, കുഞ്ഞാവ് കുറച്ചു നേരം അടങ്ങിയത്, അമ്മ ഇപ്പൊ ചമ്മു, നീയും ചമ്മാനാണ് ഇരിക്കുന്നത് ഇവിടെ. ദേ മെയിൽ സ്റ്റാഫ് ഇവരൊക്കെ, അപ്പൊ മാഷുമാരെ പേരുകളൊക്കെ എന്റെ മാഷൊക്കെ ഇരിക്കുന്നുണ്ട്, ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്കിപ്പോ ടീച്ചർ തൊട്ടടുത്ത് പിന്നെ ടീച്ചറാണ് എന്നോട് സംസാരിച്ചു പോയത്, അതൊക്കെയും പറയും, അങ്ങനെയൊക്കെ പറയണം, അറിയാം അവർ കണ്ടിട്ടില്ല എന്നുള്ളത്. അതേപോലെ അപ്പൊ പിന്നെ ഒത്തിരി നേരം ഒന്ന് ഒതുങ്ങിക്കെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നീ സ്റ്റാർട്ട് ചെയ്യണേ ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്കറിയില്ല ആ മൊമെന്റിൽ ഞാൻ അവിടെ ആ ഒരു ബേസിന്റെ അവിടെ എത്തുന്നതോട് കൂടി പിന്നെ ഞാൻ എന്തിനാ വന്നേന്ന് എനിക്ക് അറിയാത്ത പോലെ പോയി. അങ്ങനെ ഒരു ടെൻഡൻസിയേ ഇല്ല. ഞാനപ്പോ സാധാരണ ഇപ്പൊ ഇവര് വിചാരിക്കില്ലേ ഞാൻ എന്തിനാ എഴുന്നേറ്റ് പോയിരുന്നു, അപ്പൊ കൈ കഴുകി വന്ന് ആ ഫുഡ് മുഴുവനും കഴിച്ചു, ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല. ഇങ്ങനെ ഒരു രണ്ടനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സംസാരിക്കുന്ന അതൊരു നന്നായി ഞാൻ എൻജോയ് ചെയ്തിരുന്നു. വളരെ സന്തോഷകരമായ അനുഭവമാണ് അത് കുഞ്ഞിനോട്. അതായത് നമ്മളിങ്ങനെ ഈ പ്രഗ്നൻസി പീരീഡിൽ ടീച്ചർ എന്തെങ്കിലും ത്യാഗങ്ങൾ കുഞ്ഞിനോട് സംസാരിച്ച എല്ലാ കാര്യം പഠിപ്പിച്ചു കൊടുക്കും. ഇതിന് ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ എടുത്ത് ഈ കുഞ്ഞിന്റെ വരവിന് വേണ്ടി നിങ്ങൾ വീട്ടിലൊരുങ്ങി, അല്ല ടീച്ചർ പേഴ്സണലായിട്ട് ഒരുങ്ങി? അതായത് ഇപ്പൊ ഈ കുഞ്ഞിനോട് ഇടയ്ക്കിടയ്ക്ക് അമ്മ ഞാൻ പറയും, ഇങ്ങനെ 2 കൈ ഉദരത്തിൽ വെച്ചിട്ട്, കുഞ്ഞാവെ അമ്മയ്ക്ക് ഇതിനെ ഒത്തിരി ഇഷ്ടമാണ്, കാണാൻ കൊതിയായി, ഇനി ഇത്ര ദിവസം കൂടി ഉള്ളൂ, ഇത്ര മാസമുള്ളൂ, ഇത്ര ദിവസമുള്ളൂ, അപ്പൊ കാത്തിരിക്കുക ചേട്ടന്മാരും പപ്പയും എല്ലാവരും, അങ്ങനെയൊക്കെ സംസാരിക്കും. പിന്നെ അതിന് ഇതായിട്ട്, അതായത് എൻ്റെ കുഞ്ഞു ഇപ്പം നമ്മൾ കുറേ ത്യാഗങ്ങൾ, ഇപ്പം നമുക്കിപ്പോൾ ടീച്ചേഴ്സ് ആവുമ്പോൾ ഇപ്പോൾ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഡ്രസ്സ് അതൊക്കെ ഇങ്ങനെ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുഞ്ഞാവെ അമ്മ ഇപ്പോൾ നിന്നെ ഉദരത്തിലാക്കിയങ്ങൾ, അപ്പോൾ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയ സാരി ഒന്നും എടുക്കണില്ല, അല്ലെങ്കിൽ വളകളൊന്നും അണിയണില്ല, അല്ലെങ്കിൽ റിങ് ഇപ്പോൾ കമ്മലൊന്നും മാറ്റണില്ല, അല്ലെ അങ്ങനെ എന്തെങ്കിലും കുറേ അങ്ങനത്തെ ത്യാഗങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ സ്വീറ്റ്സ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സ്വീറ്റ്സ് കഴിക്കാനായിട്ട്. അപ്പോൾ കിട്ടും. പിന്നെ അതുപോലെ പഠിച്ചു പോയി കുട്ടികളൊക്കെയും ലഡു കൊണ്ട് വരും ഇതായിട്ട്. അപ്പോൾ അമ്മ കഴിക്കണില്ല എന്ന് പറയാം. അപ്പോൾ ഈ ലഡു ഒക്കെ കൊണ്ടുവരുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ കുഞ്ഞിനോട്, അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ അമ്മ നിന്നോടുള്ള ഇഷ്ടത്തെ പ്രതി അമ്മ വേണ്ടാന്ന് വെച്ചാൽ, ഇത് എൻ്റെ കുഞ്ഞുമാവയ്ക്ക് ഈ ലഡു അമ്മ കഴിച്ച പോലെ കരുതുന്നു, പക്ഷെ നിനക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇത് കുഞ്ഞുമാവയ്ക്കുള്ളൊരു സമ്മാനം. അങ്ങനെ നമ്മൾ ത്യാഗങ്ങൾ ചെയ്യണം. പിന്നെ അതുപോലെ നോമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിശുദ്ധമായ, അതായത് ഇത് വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടുകൂടി ചെയ്താൽ നമുക്കും തമ്പുരാൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ആ ഒരു ഇതിന്. അപ്പം നമ്മൾ അത്രയും വിശുദ്ധരാവണം. നമ്മൾ സ്പിരിച്വൽ ലെവലിൽ നമ്മൾ വളരെ ഒരുങ്ങണം അമ്മമാർ. ആ ഒരു ഒരുക്കം കുഞ്ഞിനും അതിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ സ്വീറ്റ്സ് ഒക്കെ വേണ്ടാന്ന് വെക്കാനായിട്ട് പറയാനായിട്ട് ഞങ്ങൾക്ക് വലിയ സ്ട്രഗിൾ ഒന്നും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കുഞ്ഞിന് ആ സ്വഭാവം നാച്ചുറലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മോള് ഇപ്പോൾ മോൾക്ക് ചെറിയൊരു കോംപ്ലിക്കേഷൻ, ചെറുതെന്ന് വെച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോട്ട് ഞാൻ കയറാൻ പറഞ്ഞു. അതായത് കുഞ്ഞ് ഓൾറെഡി 4ാമത്തെ. അപ്പം മുകളിൽ 3 ബോയ്സ് ആണ് ഉള്ളത് അവര്. അപ്പൊ 3ാമത്തെ കുട്ടിക്ക് 4.5 വയസ്സൊക്കെ ഉള്ള സമയത്താണ് കുഞ്ഞിനെ പ്രഗ്നന്റ് ആവണത്. അപ്പോൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണമെങ്കിൽ എടുത്തു, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ നമ്മുടെ റിസ്കിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യണം. അപ്പൊ ഈ കുട്ടിക്ക് അതായത് സാധാരണ ഡെലിവറിയുടേതായ എല്ലാ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് മക്കളെ അമ്മയ്ക്ക് പെയിൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവര് 12 മണിക്ക് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കുകയാണ് രാത്രി.
അവർക്ക് ഒരു അവര് മടിയില്ല. അവരുടെ വാവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അവര് ഇങ്ങോട്ട് ഓഫർ ചെയ്യാണ്, അമ്മ ഞങ്ങള് ഇത് സ്വീറ്റ്സ് കഴിക്കണില്ല, അല്ലെങ്കിൽ ഞങ്ങള് എഗ്ഗ് കഴിക്കണില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫിഷ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫിഷ് ഞങ്ങൾ ഇത്ര ദിവസം കഴിക്കില്ല, വാവ വരുന്നവരെ കഴിക്കണില്ല, അല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സ് വേണ്ട. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ എല്ലാവരും അവരുടെ ചേട്ടന്മാരുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണ്. ഇങ്ങനെ ഓഫർ ചെയ്യാണ്. അപ്പൊ കുഞ്ഞുവാവയോടുള്ള നമ്മൾ ആരും അവരെ കമ്പൽ ചെയ്യണില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് 3 പേരും പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഞാൻ ഇതൊക്കെയും ചെയ്തിട്ടുണ്ട്. കൊടുത്ത് അമ്മ കൊടുത്തതെല്ലാം അവരിപ്പോ തിരിച്ച് അമ്മയ്ക്ക് തരികയാണ്. അപ്പൊ പക്ഷെ വേറൊരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് പുറത്തേക്ക് വന്ന് കഴിയുമ്പോ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നീ അതൊന്നും എടുത്ത് തായോന്ന് എന്തെങ്കിലും പറയുമ്പോ ഞാൻ പിന്നെ ചെയ്യാന്ന് പറയുമ്പോ നീ അങ്ങനെയൊന്നും വേണ്ട, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്നെ പ്രാർത്ഥിച്ചിട്ടാണ് നീ വന്നത്. അമ്മ മാത്രമൊന്നല്ല ഞങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട് നിന്റെ കാര്യം. അമ്മമാർക്ക് അവകാശപ്പെടാം. ഞാൻ 10 മാസം ചുമന്നാണ് ചേട്ടന്മാർ പറയാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി മിഠായി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, ഞാൻ എന്റെ പുതിയ ഡ്രസ്സ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവരിങ്ങനെ വളരെ രസകരമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് പക്ഷെ ഞങ്ങള് പപ്പയും അമ്മയും ഒരു സ്ട്രഗിളും ഇപ്പൊ നീ നോമ്പെടുക്കുന്നോ അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമേ വന്നിട്ടില്ല. ഒരു പക്ഷെ ഇങ്ങനെ ഒരുങ്ങുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു ബോധ്യം. പിന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കുറേ പ്രയറുകൾ, ഈ ത്യാഗങ്ങളുടെ കൂടെ കുറേ പ്രയറുകൾ ചെല്ലാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിശ്വാസ പ്രമാണം 91 സങ്കീർത്തനാണ്. സംരക്ഷണ സങ്കീർത്തനവും ഏറ്റവും വലിയ പ്രാർത്ഥന വിശ്വാസം. അപ്പോൾ ഈ നമുക്ക് ഈ 8ാമത്തെയും 9ാമത്തേക്കും മാസമാകുമ്പോൾ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ഇയർ 3rd ഫ്ലോറിലാണെങ്കിൽ സെക്കൻഡ് ഇയർ 2nd ഫ്ലോറിൽ സ്റ്റാഫ് റൂം ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്നുള്ളതൊരു പ്രോസസ്സാണ് ശരിക്കും. അത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു ഇത്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കുഞ്ഞിൻ്റെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പതുക്കെയാണ് സ്റ്റെപ്പ് കയറാറുള്ളത്. അങ്ങനെ ആണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അതുപോലെ 91 സങ്കീർത്തനം കുഞ്ഞിൻ്റെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് ഈ 91 സങ്കീർത്തനം ചൊല്ലുമായിരുന്നു ഡെലിവറി കഴിയുന്ന അന്ന് വരെ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു അതൊക്കെയും കൊടുത്തത് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ, ഇപ്പോൾ ഈ കുട്ടി ഇതേപോലെ തന്നെ വണ്ടിയിലെ പെട്രോള് പെട്ടെന്ന് തീർന്നു പോവാണ്. ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ രാത്രി ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു അനുഭവം അങ്ങനെ വരുമ്പോൾ പെട്രോൾ തീർന്നു പോകും. അപ്പോൾ ഈ കുട്ടി തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞങ്ങളുടെ 5ാമത്തെ മകൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പറയാണ്, നമ്മുടെ പെട്രോളൊന്നും തീർന്നു പോയില്ലേ, നമ്മൾ അവിടെ വീടെത്തുന്നത് വരെ വിശ്വാസ പ്രമാണം വിശ്വാസത്തോടു കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ എന്ന് പറയല്ല. എത്ര വയസ്സുണ്ടോ അവന് അന്നൊരു എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വീടെത്തുന്നത് വരെ വിശ്വാസം വായിക്കുന്നുണ്ട്, ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോയിട്ട് തിരിച്ചെന്നപ്പോഴും വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുകയാണെന്ന്. ഇത് തന്നെയാണ് നമ്മുടെ കുഞ്ഞു ഉദരത്തിൽ വിശുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും അത്യാവശ്യ സമയങ്ങളിൽ അവൻ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക്, എല്ലാവരും അതിശയിപ്പിക്കുന്ന രീതിയിൽ. തീർച്ചയായിട്ടും ഞങ്ങൾക്കത് പെട്ടെന്ന് ഫീൽ ചെയ്തു. നമ്മൾ ഓർക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് അവന്റെ മനസ്സിൽ പറഞ്ഞോളൂ. പിന്നെ 91 സങ്കീർത്തനം ചെല്ലാതെ അത് അവരോട് ബൈഹാർട്ടാണ്. 4 വയസ്സ് 5 വയസ്സാകുമ്പോഴേക്കും അവരത് പഠിച്ചിട്ടുണ്ടാവും. നമ്മളത് ചെല്ലണം എന്ന് നിർബന്ധിക്കുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ അത് ചെല്ലിയിട്ട് തന്നെ അവരത് പോകണ ഒരു അവസ്ഥ. ടീച്ചറെ ഇപ്പോൾ ടീച്ചറിന് ഇപ്പോൾ 7 മക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഉറപ്പായിട്ടും മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ടീച്ചറിന് ഉറപ്പായിട്ട് സഹായിക്കുമായിരിക്കും. പക്ഷേ ഈ പ്രഗ്നൻസി സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹായമായതും അല്ലെങ്കിൽ വല്യമ്മച്ചിമാരോ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ടീച്ചറിന് ഏറ്റവും കൂടുതൽ ഉപകാരമായി പറയുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു? എനിക്കത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചേച്ചനിത്തിമാരൊന്നും ഇല്ല. അത് പിന്നെ എൻ്റെ അമ്മ ശരിക്കും പറഞ്ഞാൽ ആങ്ങളമാരാണ്, താഴെ 2 അനുജന്മാരാണ്. പിന്നെ അമ്മ അത്ര ഹെൽത്തി അല്ല, ഫിസിക്കലി ആള് മെന്റലി എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രയറൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡെലിവറിയുടെ ടൈമിൽ അതുപോലെ ഹോസ്പിറ്റലായാലും അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ശരിക്കും നമുക്ക് വളരെ എന്താ പറയുക ഡിമാൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഇതുകളില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഞാനത് ബൈബിളിൽ ആദ്യമേ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് എലിസബത്തിൻ്റെ അടുത്തേക്ക് മാതാവ് ഓടിപ്പോയിട്ട് 3 മാസം ശുശ്രൂഷ ചെയ്യണത്. അപ്പൊ അത് എൻ്റെ മനസ്സിൽ വളരെ തങ്ങി കിടക്കുന്ന ഒരു അനുഭവമാണ്, ചെറുപ്പത്തിലേ കിടക്കുന്ന ഒരു പോയിന്റാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, 6ാം മാസമാകുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് പറയാൻ ആരുമില്ല. അതായത് എനിക്ക് ചേച്ചിയോടോ അനിയത്തിയോടോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം അമ്മയോടോ പറയാൻ പറ്റും. ഇപ്പൊ താഴെയുള്ള കുട്ടി വരുമ്പോൾ മൂത്ത കുട്ടീനെ ഒന്ന് കെയർ ചെയ്യുമോ അല്ലെങ്കിൽ നോക്കുമെന്ന് പറയാനൊന്നും നമുക്കുള്ള സഹായം മാത്രം പോരല്ലോ, മുതിർന്ന കുഞ്ഞുങ്ങളെ നോക്കാനും ആരുമില്ല, എനിക്ക് ആരുമില്ല. അതുപോലെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴായാലും നമുക്ക് നമ്മുടെ ഇതെന്ന് പറയാനായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അമ്മ ഇങ്ങോട്ട് പോരെ, ഇനി എൻ്റെ അടുത്ത് നിന്ന് വാവയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് മറ്റു കുട്ടികളുടെ കാര്യങ്ങൾക്ക് ഓക്കെ ആയിട്ട് അമ്മ പോകാവൂ. ഒരു പൂർണ്ണ സഹായമായിട്ട് പരിശുദ്ധ അമ്മ കൂടെ വരുവാണ്. ശരിക്കും അത് എത്രത്തോളം മറ്റുള്ളവർക്ക് അത് ഇതാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഈവൻ ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ അമ്മ
ഞാൻ മറ്റേ കുട്ടി അവിടെ കട്ടിലിൽ കിടത്തിട്ട് പോകുന്നത്. അവൻ ഇരിക്കുമ്പോൾ തിരിഞ്ഞു മറിയാതൊക്കെ ഒന്ന് നോക്കിക്കോളട്ടെ, അമ്മ അവിടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ കയറി പോകുന്നു. അല്ലെങ്കിൽ ഞാൻ ലേബർ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ബാക്കിയുള്ള കുട്ടികളും ഹസ്ബൻഡും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് അവരെ ഡീൽ ചെയ്യുമ്പോൾ വാശിയൊക്കെ കുറച്ച് കൊടുക്കാൻ അമ്മ അവിടെ എപ്പോഴും ഓടി നടക്കണം. എന്നാ പിന്നെ പറഞ്ഞോണ്ട് അതിൽ തന്നെ ചോദ്യത്തിലേക്ക് വന്നേക്കാം. ഇപ്പോ നമ്മൾ 9 മാസത്തെ പ്രിപ്പറേഷൻ, ഏകദേശം 8-9 മാസത്തെ കാര്യം പറഞ്ഞല്ലോ. ഈ ലേബർ റൂം എക്സ്പീരിയൻസ് എല്ലാവർക്കും, എല്ലാ പെൺകുട്ടികളും പേടിയോടെ കാണുന്ന ഒരു കാര്യമാണല്ലോ. ഭയങ്കര ഭീതിയോടെ ഒക്കെ പറയാറുണ്ട്, ഉറപ്പായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, പേടിയാന്നൊക്കെ. ചേച്ചി ഈ ലേബർ റൂം എക്സ്പീരിയൻസുകൾ ഒന്ന് പങ്കുവെക്കാമോ? ഈ ലേബർ റൂമിലേക്ക് ഞാൻ കടന്ന് ചെല്ലുന്നതിന് മുൻപ് പപ്പയുടെ അടുത്ത്, അതായത് നിർബന്ധമായിട്ട് ഞാൻ കുമ്പസാരിക്കും. അതായത് എൻ്റെ ലാസ്റ്റ് കുമ്പസാരാണെന്നുള്ളൊരു ഇതാണ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വളരെ സിൻസിയർ ആയിട്ട് ഈശോയുടെ അടുത്ത് കുമ്പസാരിച്ചിട്ടാണ് ലേബർ റൂമിലേക്ക് കയറാറുള്ളത്. ഒരാഴ്ച മുൻപ് കുമ്പസാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കും. ഡേറ്റ് നമുക്ക് നോർമൽ ആയിരുന്നു, എല്ലാം അങ്ങനെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പക്ഷെ പോകുമ്പോൾ ബാബേൻ്റെ അടുത്ത് ഞാൻ പറയും, ഏതെങ്കിലും ഒരു എമർജൻസി കേസ് വന്നാൽ, ഇൻ കേസിൽ ഡോക്ടർ ചോദിക്കണം അമ്മയെ വേണോ കുഞ്ഞിനെ വേണോ എന്ന് പപ്പയുടെ അടുത്ത് ചോദിച്ചാൽ കുഞ്ഞിനെ വേണമെന്നേ പറയാവൂ. ഞാൻ വിശുദ്ധ ജിയാനെ അനുസ്മരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ പറഞ്ഞിട്ടാണല്ലോ ജിയാനെ അകത്തേക്ക് കയറി പോകുന്നത്. അത് ഓരോ ഡെലിവറിക്കും ഞാൻ പറയുമായിരുന്നു. കാരണം ഈ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഞാൻ മാത്രം വിചാരിച്ചാലേ പറ്റുള്ളൂ. എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയ കുഞ്ഞിനെ പിന്നെ നമുക്ക് ബാക്കി കുട്ടികളെ നോക്കാൻ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ പപ്പയ്ക്ക് തന്നെ ആരെങ്കിലും വിചാരിച്ചാലേ പറ്റും. ഈ കുഞ്ഞിന് ഞാൻ വിചാരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ കുഞ്ഞിനെ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ വേണമെന്നേ പറയാവൂ എന്ന് പറഞ്ഞിട്ടാണ് കയറുക. പിന്നെ അവിടെ നിന്ന് ചെല്ലുമ്പോൾ എനിക്ക് ഒരു ഏകദേശം 3 മണിക്കൂർ നല്ലൊരു സഹന ആണ്. പക്ഷെ ആ ഒരു 3 മണിക്കൂർ ഇതിൻ്റെ ഇടയിൽ 9 മാസമുള്ള ഒരു ഫിസിക്കൽ പ്രോബ്ലംസ് വരുമ്പോഴും ഒരിക്കലും ഞാൻ അതിനെ അയ്യോ ഇത് എനിക്ക് വേദന വരുന്നു അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ പറ്റും അതൊന്നുമില്ല, ഒക്കെ ഈശോ കുഞ്ഞാവെ നിനക്ക് വേണ്ടിയിട്ടാന്ന് പറയാറുള്ളത്. പക്ഷെ ലേബർ റൂമിനകത്ത് കയറുന്നാൽ പിന്നെ കഥകളൊക്കെ മാറി, ബാക്കിയുള്ളതൊക്കെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഈശോയെ ഈ വെറോനിക്കയുടെ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുരിശിന്റെ വഴി ചെല്ലുമ്പോൾ അതുവരെയും ആ രംഗത്തിൽ അത് ഓടി വന്ന് തുവാല കൊണ്ടും തുടച്ചപ്പോൾ ആൾക്ക് ശരിക്കും ആ ഒരു ഫുള്ള് കിട്ടാണ്. ഈശോയ്ക്ക് ആശ്വാസം പിന്നെ ആളുടെ കയ്യിൽ തുവാലയിൽ ഫേസ്. അപ്പം അതൊരു അസൂയോടുകൂടി നോക്കുന്നൊരു ഇതാണ്. അപ്പം ഞാൻ ഈ 3 മണിക്കൂർ സമയം ഈശോ ഇത് നിന്റെ കുരിശ് ബാക്കിൽ നിന്ന് തള്ളുന്നതായിട്ട്, ഓരോ പെയിനും വരുമ്പോൾ ബാക്കിൽ നിന്ന് തള്ളുന്നതായിട്ട് ഫീൽ ചെയ്യും, സങ്കല്പിക്കും. അപ്പം ഈശോയുടെ കൈകളും കാലുകളും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഓരോ പെയിൻ വരുമ്പോൾ ഇന്ന കാലിൻ്റെ അവിടുത്തെ ബ്ലഡ് ഒന്ന് തുടച്ചു തരുന്നു, അല്ലെങ്കിൽ മുഖം നൊപ്പി തരുന്നു. ഓരോ കുഞ്ഞു വേദനയും ഓരോ സമർപ്പണം അങ്ങനെ സമർപ്പിച്ചിരുന്നു. അതെനിക്ക് വളരെ, അതുപോലെ തന്നെ ഈ ലേബർ പെയിൻ നമുക്ക് ഓരോരുത്തർക്കും, ഡെലിവറി പെയിൻ നമുക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ കുഞ്ഞില്ലാത്തൊരു അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മദ്യപാനം മാറാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി, അങ്ങനെ ആർക്ക് വേണമെങ്കിലും നമുക്കത് കാഴ്ചവെക്കാം. അതെ, ശരിക്കും അതെ. ആ ഒരു സമയത്ത് ഒരുപക്ഷെ സിസ്റ്റേഴ്സ് കാലൊഴിയാനും കൈയൊഴിയാനും അയ്യോ ദയവ് ചെയ്ത് ഞാനിത് ഓരോരുത്തർക്ക് നിയോഗമായിട്ട് വെച്ചിട്ടുള്ളത്. അത് എനിക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാവുന്നുണ്ടല്ലോ. അവർ അത് വളരെ വലിയൊരു കാര്യമാണ് അവർ ചെയ്തു തരുന്നത്. അപ്പോൾ വിഷമം വിചാരിക്കരുത്, ഞാനിത് ഓരോരുത്തർക്ക് വെച്ചിട്ടുള്ളതാണ്, അത് എടുത്തു മാറ്റില്ലേ. അങ്ങനെ ഒരു 3 മണിക്കൂർ, അത് 7 ഡെലിവറിക്കും എനിക്കത് സാധിച്ചിരുന്നു. ഭാര്യ 7 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോൾ ഉറപ്പായിട്ടും വ്യവസായപിതാവിൻ്റെ ഒരു സാന്നിധ്യം എന്ന പോലെ, മാതാവിന് കൂട്ടുകൊടുത്ത പോലെ ഉറപ്പായിട്ടും കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ബാബുചേട്ടൻ ഈ 7 മക്കളുടെ വരവിൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചൊരുങ്ങിയതും ആ മക്കളെ ഉദരത്തിലായിരുന്ന കുഞ്ഞിനെ സ്നേഹിച്ചതും ചേച്ചിയെ സഹായിച്ചതുമെല്ലാം? ഞാൻ ഉദരത്തിലായ നിമിഷം തുടങ്ങി ഞങ്ങളെ കുട്ടികളെ കൂട്ടി എല്ലാ ദിവസവും വൈകുന്നേരം അന്നം വെള്ളം കൊണ്ട് വയറിൽ തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ മറ്റുള്ള കുഞ്ഞുങ്ങളെയും വിളിക്കും. അപ്പോൾ അവർക്കും അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് കാത്തിരിക്കും. അപ്പോൾ അവർക്ക് വലിയൊരു ആഗ്രഹം. അപ്പം നമ്മൾ തന്നെ ഒരു ദിവസം വൈകുന്നേരം ഇത് വിട്ടുപോയാൽ തന്നെ അവർ ഓർമ്മിപ്പിക്കും, അതേ മമ്മിയുടെ കയ്യിൽ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും അതൊരു വലിയൊരു ആകാംക്ഷയിൽ എല്ലാ ദിവസവും ഇപ്പോൾ കുഞ്ഞു വരും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്നിൽ തന്നെ ഒരു ചെറിയൊരു ദുശീലം ഉണ്ടായിരുന്നു. നമ്മുടെ 2-3 ഫ്രണ്ട്സ് കൂടി വല്ലപ്പോഴും ഒരു ഇത്തിരി ബീറൊക്കെ കഴിക്കായിരുന്നു ഒരു ഇത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പാട് കഴിച്ച് ഭാര്യ ഓരോ കുഞ്ഞിനും ജന്മം നൽകുമ്പോൾ എൻ്റെ വക എന്തെങ്കിലും ഒരു ത്യാഗം വേണം. പിന്നെ നമ്മളെ കുഞ്ഞുമക്കൾ വലുതായി വരുമ്പോൾ ഞാൻ അവർക്കൊരു മോഡലും കൂടി ആവണമല്ലോ, അവർക്കൊരു ഇത് ആവാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഞങ്ങൾ ഏഞ്ചൽ സാറിൻ്റെ തന്നെ ഒരു ധ്യാനം ഇതിൽ പീച്ചിയിൽ
ഉണ്ടായിരുന്ന സമയത്ത് ആ കൂടുതൽ ആ ധ്യാനത്തിൽ ആ ഒരു വിശുദ്ധ കുർബാനയിൽ എനിക്ക് ശരിക്ക് ഒരു ബോധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം കിട്ടിയതാണ്. നീ മദ്യപാനത്തിന് അല്ലെങ്കിൽ തൊടാൻ പാടില്ല എന്നുള്ളത് ശരിക്കും ഒരു കുഞ്ഞിന് വേണ്ടി തന്നെ സമർപ്പിച്ച് മാറണം എന്നുള്ളത്. അതായത് നിനക്ക് തന്നേക്കണ റൂട്ട് ഇതാണെന്നുള്ളത് കറക്റ്റ് കർത്താവ് അവിടെ ശരിക്ക് ദിവ്യകാരുണ്യത്തിന് ആരാധനയിൽ പൊന്തിച്ച് പിടിച്ച ആ ഒരു നിമിഷം ഞാൻ ഇന്നും ഓർക്കുക. അതിൽ കൂടെ കർത്താവ് ശരിക്കും സംസാരിച്ചൊരു സംഭവമായിരുന്നു. അന്ന് ഞാൻ 2010 ശേഷം ഇന്നവരെ അതിന് വലിയൊരു അനുഭവം ഉണ്ടായിരുന്നത്. ഒരു ഈ പറഞ്ഞ കൂട്ടുകാർ അന്ന് ഈ ധ്യാനം കഴിഞ്ഞ് വരണമെന്നായിരുന്നു ഗൾഫിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്ന് നമ്മളൊക്കെ പറയുന്നത് ഏറ്റവും നല്ലൊരു വൈൻ അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നായിരുന്നു. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് എത്തിയിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവരായിട്ട് പ്രാർത്ഥിച്ചു നന്നായിട്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും വൈഫിനോടൊക്കെ പറഞ്ഞു, മക്കളെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷെ ഇവരിങ്ങനെയാണെങ്കിൽ ഇത്രയും അപ്പോൾ അവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു, വൈഫും നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഒരുങ്ങി ഞങ്ങൾ ഈ ഫംഗ്ഷൻ ഞങ്ങൾ ഈ 2 ഫാമിലിയാണ് 3 ഫാമിലി കൂടിയിട്ടാണ് ഞങ്ങൾ കൂടണത്. അപ്പോൾ അവരാണെങ്കിൽ ഇത് കൊണ്ടുവന്ന് നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സാധനം. അങ്ങനെ ഞങ്ങൾ ഇരുന്നൊക്കെ സമയത്ത് അവരൊക്കെ ഇത് ഷെയർ ചെയ്ത സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങൾ കുഞ്ഞുവാവ വരുന്നതിന് ഇങ്ങനെ ഓരോ ഇത് ചെയ്യുന്നതിന് ഞാനിങ്ങനെ ഇനി കഴിക്കാൻ ഒരു പ്രചോദനമായിട്ട്. പക്ഷെ അവർക്ക് അന്ന് വിഷമം വരാനും പാടില്ല, നമ്മൾ അത്രയും ഫ്രണ്ട്സായിട്ട് അങ്ങനെ ഞാൻ ആ തീരുമാനം അന്ന് വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവ് തന്ന ബോധ്യം ഇന്നും ഞാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവർക്ക് അപ്പന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ മക്കളുടെ വരവിന് വേണ്ടി അമ്മമാർ ഒരുങ്ങുമ്പോൾ ഉറപ്പായിട്ടും അപ്പന്മാരുടെ ഭാഗത്തു നിന്നും അവരാണ് മുഴുവൻ വേദനകൾ സഹിക്കുന്നതെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പർപ്പസ്ഫുള്ളി ഒരു സഹനം, ഒരു ചെറിയ തീർച്ചയായിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അമ്മയിൽ നിന്നും ഈ ഒരു അപ്പനിൽ നിന്നും ഒരുപിടി കാര്യങ്ങൾ ഇനി നമുക്ക് കേൾക്കാനുണ്ട്. എത്ര കേട്ടാലും മതി വരാത്ത ഈ ജീവന്റെ പ്രഘോഷകർ, ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധരായ ദമ്പതികളെ സ്നേഹപൂർവ്വം നമിച്ചുകൊണ്ട് നമ്മുടെ എപ്പിസോഡിലൂടെ പൂർണ്ണമാക്കുകയാണ്. ഇവരുടെ ഈ വിശ്വാസത്തിന്റെ വലിയ പ്രഘോഷണവും ജീവനെ പറ്റിയുള്ള തമ്പുരാൻ നൽകുന്ന മക്കളെ പറ്റിയുള്ള വലിയ സ്വപ്നവുമെല്ലാം ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അനേകർക്ക്, കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് കരുതിയവർക്ക് ഒരു ഉണർത്തുപാട്ടായി മാറട്ടെ, ഒരു തിരുത്തലുള്ള രാത്രിയായി മാറട്ടെ. നമുക്കൊന്ന് ചേർന്ന് കരങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് തമ്പുരാൻ നൽകിയ മക്കളെ ഒന്ന് പുൽകിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഓരോ കുഞ്ഞും നിന്റെ സമ്മാനമാണല്ലോ. നീ നൽകുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ നിമിഷം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ തമ്പുരാനെ ഇത് കേട്ടിരുന്ന ആർക്കെങ്കിലും എനിക്കെൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റിയില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ 9 മാസം ഒരുക്കാൻ പറ്റിയില്ലെന്ന് ചിന്തിച്ചിട്ട് ഒരല്പമെങ്കിലും കുറ്റബോധം വന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ അത് നീ ഇപ്പം തന്നെ എടുത്ത് മാറ്റണമേ. ഇനിയും ഒരു 9 മാസം കാത്തിരുന്ന് ജീവിക്കുന്ന കുഞ്ഞിന് വേണ്ടി 9 മാസം പ്രാർത്ഥനാപൂർവ്വം ഇരിക്കാൻ മാതാപിതാക്കളെ നിന്ന് ഒരുക്കി കൊടുക്കണമേ. ആരെങ്കിലൊക്കെ ഒരു കുഞ്ഞു പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങളാൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ അവരുടെ തീരുമാനങ്ങൾ ഈ നിമിഷം നീ പൊട്ടിച്ചു മാറ്റണമേ. ഈശോ, ഈ നിമിഷം ഞങ്ങൾ ഒന്നുകൂടി ചേർത്ത് പ്രാർത്ഥിക്കുന്നു, ഉറച്ചു പ്രാർത്ഥിക്കുന്നു, ഇരട്ടിത്തിരിച്ച് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകം മക്കളുണ്ടെങ്കിൽ അവരുടെ കണ്ണീരിന് ഈ രാത്രിയിൽ ഉത്തരം കൊടുക്കണമേ. തമ്പുരാനെ, ജീവന്റെ തുടിപ്പുകൾ ഇതുവരെ കിട്ടാത്ത ഉദരങ്ങളിലേക്ക് ഈ നിമിഷം പ്രവേശിക്കട്ടെ എന്ന് തമ്പുരാനെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കൃപ നീട്ടി കരുണ കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നീ പൊതിഞ്ഞു പിടിക്കണമേ. എല്ലാ മക്കളെയും വിശുദ്ധരാക്കണമേ. ഏറ്റവും പരിശുദ്ധിയോട് 9 മാസം വാവയോടൊപ്പം ആയിരിക്കാൻ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം ഗർഭാവസ്ഥയിലിരിക്കുന്ന എല്ലാ സ്ത്രീകളെയും എല്ലാ അമ്മമാരെയും തമ്പുരാനെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഒന്ന് ചേർന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് 9 മാസം ഏറ്റവും മനോഹരമായിട്ട് ഒരുക്കാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു പോംവഴി കൂടിയുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 9 മാസം മാതാപിതാക്കൾക്ക് നന്നായി പ്രാർത്ഥന ഒരുങ്ങാൻ പറ്റും. കഴിഞ്ഞ 9 മാസം കൊടുക്കാൻ പറ്റാഞ്ഞത് ഇപ്പോഴുള്ള 9 മാസം കൊടുത്ത് അവരെ കൂടുതൽ വിശുദ്ധിയിൽ വരാം. ഉറപ്പായിട്ടും തമ്പുരാൻ സഹായിക്കും. ആമേൻ.